ഇതൊന്ന് നോക്കിയേ, ഇത് മുരിങ്ങയാണ്. ഇത് നട്ടിട്ടുള്ളത് ഒരു ഡ്രമ്മിലാണ്. കണ്ട, അപ്പൊ ഇത് ഇത്രയും വലുതായിട്ടുണ്ട്. ഇതുമേൽ നിറച്ച് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളെ സ്ഥലമില്ലാന്ന് കരുതിയിട്ട് ആരും മുരിങ്ങത്തൈ ഒന്നും നടണ്ടാന്ന് വിചാരിക്കണ്ട. ഇങ്ങനത്തെ ഒരു ഡ്രം ഉണ്ടായാൽ മതി, അതിൽ നമുക്ക് മുരിങ്ങ നട്ട് വളർത്താം. അപ്പൊ അല്ലെങ്കിൽ ഒരു പെയിന്റ് ബക്കറ്റ് ആയാലും മതി, അതിലായാലും നമുക്ക് മുരിങ്ങ നടാം. അപ്പൊ അധികം അതിന്റെ അനുസരിച്ച് വളർച്ച ഉണ്ടാവുള്ളൂ എന്നുള്ളൂ, അധികം വളർന്നു പോകുന്നില്ല. അപ്പൊ നമുക്ക് മുരിങ്ങ കായ ഉണ്ടായില്ലെങ്കിലും മുരിങ്ങയിലും പൂവൊക്കെ കിട്ടും. അപ്പൊ ഈ മുരിങ്ങ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യം ആദ്യമായിട്ടാണ് കായ്ച്ചത്. 2-3 മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട്. ഇതിലും വലിയൊരു മുരിങ്ങക്കായ ഉണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിച്ചു. ഇതിപ്പോ കണ്ട നല്ല വണ്ണത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് മൂത്തൊന്നും വിചാരിക്കണ്ട കേട്ടാ, മൂത്തിട്ടില്ല. നല്ല കയ്പൊന്നും ഇല്ലാത്ത ടേസ്റ്റുള്ള മുരിങ്ങക്കായാണ്. കണ്ടില്ലേ, നിറച്ച് പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. ഇനി ഉണ്ടാവും മുരിങ്ങക്കായ. ഇതൊരു ചെടി മുരിങ്ങ ഞാൻ വാങ്ങി നട്ടതാണ്. ഇത് ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഇതിന്റെ കൊമ്പുകളൊക്കെ ഞാൻ വെട്ടിക്കൊടുക്കുന്നുണ്ട് മുരിങ്ങക്കായ പൊട്ടിക്കുമ്പോഴേ, അല്ലെങ്കിൽ പിന്നെ ഒടിഞ്ഞു പോവൂലേ. ഒടിച്ച് വളർത്തിയാലേ മുരിങ്ങ അധികം കൊമ്പും ചില്ലൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ഒടിഞ്ഞു പോകും. നമ്മുടെ മുരിങ്ങയുടെ ഇലയും പൂവും കായും ഒക്കെ നമുക്ക് കറി വെക്കാലോ. അത്രയും പോഷകാംശമുള്ളൊരു ചെടിയാണ് മുരിങ്ങ. ഒരു വീട്ടിലൊരു മുരിങ്ങ എന്തായാലും അത്യാവശ്യമാണ്. നമുക്കിതിന്റെ ഇല പരിപ്പിട്ടിട്ടും പിന്നെ മുരിങ്ങപ്പൂവായാലും പരിപ്പൊക്കെ ഇട്ട് കറി വെക്കാം. നല്ല ടേസ്റ്റുമാണ്, പോഷകാംശങ്ങളും ഉണ്ട്. അയൺ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ളൊരു സസ്യമാണ് മുരിങ്ങ. നമുക്ക് ഈ മുരിങ്ങക്കായ പൊട്ടിക്കാം. ഞാൻ ഈ മുരിങ്ങക്കായ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കറി വെക്കാം.